നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ തിയാഗോ മൊട്ടയുടെ യുവൻറ്റസിന് കഴിഞ്ഞിരുന്നു. 2-3 ഗോളുകൾക്കാണ് യുവൻറ്റസ് RB ലീപ്സിഗിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൽ ഡുസാൻ വ്ളഹോവിച്ച് ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് തിളങ്ങിയിട്ടുണ്ട്. പോർച്ചുഗീസ് താരമായ കോൺഷിസാവോ ഒരു ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ മത്സരത്തിനിടയിൽ യുവൻറ്റസിൻ്റെ അർജൻറ്റീൻ സൂപ്പർ താരമായ നിക്കോളാസ് ഗോൺസാലസിന് പരിക്കേറ്റിരുന്നു. മത്സരത്തിൻ്റെ 12-ാം മിനിറ്റിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വലത് കാലിന് പരിക്കേറ്റത്. തുടർന്ന് അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു. പകരമായിരുന്നു കോൺഷിസാവോ യുവൻറ്റസിന് വേണ്ടി ഇറങ്ങിയിരുന്നത്. ഏതായാലും ഈ ഒരു പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്, അതല്ലെങ്കിൽ ഈ താരം എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല. പക്ഷേ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം അത് അധികം വൈകാതെ തന്നെ അറിയാൻ കഴിയും. ഇവിടെ ഏറ്റവും കൂടുതൽ ആശങ്കകൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ അർജൻറ്റീനക്കാണ്. നമുക്കറിയാം, വരുന്ന വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ 2 മത്സരങ്ങൾ അർജൻറ്റീന കളിക്കുന്നുണ്ട്. ഒക്ടോബർ 11-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ വെനസ്വേലയാണ് അർജൻറ്റീനയുടെ എതിരാളികൾ. ഒക്ടോബർ 16-ാം തീയതി ബൊളീവിയക്കെതിരെ അർജൻറ്റീന കളിക്കുന്നുണ്ട്. ഈ 2 മത്സരങ്ങൾക്കുള്ള ടീമിനെ അവരുടെ പരിശീലകനായ സ്കലോണി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ ഇടം നേടാൻ നിക്കോളാസ് ഗോൺസാലസിന് കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ ഒരു പരിക്ക് ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അങ്ങനെ നഷ്ടമാവുകയാണെങ്കിൽ ഒരുപക്ഷെ സ്കലോണി പുതിയ ഒരു താരത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയേക്കാം എന്നുള്ളതാണ്. ഏതായാലും ലയണൽ മെസ്സി അർജൻറ്റീന ദേശീയ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം.